പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദം വിവിധ തരങ്ങളിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അവകാശങ്ങളും നിഷേധങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ എത്തുന്നത്. സത്യത്തിൽ ഇത് ഇന്ത്യൻ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ, മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങളായിട്ട് ഉന്നയിക്കപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇതിൽ വളർന്നു വരുന്ന മതപരതയുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ പുതിയ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന മത തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് കാണാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹിജാബ് എന്ന് പറയുന്നത് കേരളത്തിലെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആ വളരെ അടുത്ത കാലത്ത് മാത്രമാണ് പർദ്ദയും ഹിജാബും ഒക്കെ നമ്മുടെ വലിയ വ്യാപകമാകുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശ്രീമതി നൂർ അബ്ദുളുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. നൂർ അബ്ദുൾ, ഈ വിഷയത്തിലെ ഹിജാബ് വിവാദത്തിൽ എന്താണ് അതിന്റെ ഒരു സാമൂഹിക പരിപ്രേക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരു മതപ്രശ്നമായിട്ട് കാണുന്നത്? നമ്മളുടെ കാഴ്ചപ്പാടില് എല്ലാ മതപരതയുടെയും അതിന്റെ ആ തീഷ്ണത കുറയുക, നേർത്ത് ഇല്ലാതാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യവും അനുവദിച്ചുകൂടാ എന്നുള്ളത് തന്നെയാണ്. ഇപ്പം സ്കൂളിലാകട്ടെ പൊതുവിടങ്ങളിലാകട്ടെ എല്ലാം നമ്മളെ വേർതിരിക്കുന്ന അടയാളങ്ങളാണ് മതത്തിൻ്റെ വേഷമായാലും അതിൻ്റെ ചിഹ്നങ്ങളെല്ലാം നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിഘടിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാടും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാഴ്ചപ്പാടും എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും അതിൻ്റെ മതപരത പൊതുവിടങ്ങളിലാകട്ടെ നമ്മുടെ വ്യക്തിജീവിതത്തിലാകട്ടെ അതിൻ്റെ തീഷ്ണത കുറഞ്ഞു വരികയും മനുഷ്യർ മതത്തോടുള്ള ആഭിമുഖ്യം വിടുകയും മനുഷ്യത്വത്തിൽ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് പുലർത്തുന്നത്. സ്കൂളിലായാലും ഹോസ്പിറ്റലിലായാലും പിന്നെ പൊതുവിടങ്ങളിൽ എവിടെയാണെങ്കിലും വീട്ടിലായാൽ പോലും നമ്മൾ അതിൻ്റെ ആ ഗാഢത കുറച്ചുകൊണ്ടുവന്ന് നിർവീര്യമാക്കപ്പെടേണ്ട ഒരു ചിന്താധാര തന്നെയാണ് ഈ വിശ്വാസം. അതായത് മതം ഒരു സ്വകാര്യ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും പൊതുമണ്ഡലങ്ങളിലേക്ക് മതത്തിന്റെ മതവിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ദേശീയ താല്പര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ആ കാഴ്ചപ്പാടിനും നമ്മുടെ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ മതപരത വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ മതസംഘർഷങ്ങളും മത ഭീകരവാദവും ഒക്കെ തന്നെ കേരളത്തിലടക്കം ഇത്ര വ്യാപകമാകുന്നതെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അതെ, പക്ഷേ ഭരണഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള ഘടകം. അത് പിന്നെ നമ്മളുടെ ഈ നാനാത്വത്തിലെ ഏകത്വം അതൊരു ഗുണമേന്മയായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ് അത്. നമ്മൾ എത്രയോ ഭാഷ സംസാരിക്കുന്നു, എത്രയോ സംസ്കാരമുണ്ട്, എത്രയും നാനാവിധ വിശ്വാസങ്ങളുണ്ട്. എങ്കിലും നമ്മളൊക്കെ ഒരു ഒത്തൊരുമ ഐക്യത്തോടു കൂടി പ്രശ്നങ്ങളില്ലാതെ പോകുമ്പോൾ ലോകത്തിന് മുമ്പിൽ തന്നെ അതൊരു മാതൃകയാകേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും പ്രശ്നങ്ങൾ. ഏത് ചെറിയ യൂണിറ്റ് തൊട്ട് വലിയ സംഘടനകൾ വരെ പരസ്പരം അവർ ഐക്യത്തോടുകൂടി ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നില്ല. മറിച്ച് സംഘർഷങ്ങളും കലാപങ്ങളും അടിക്കടി പ്രശ്നങ്ങൾ മാത്രമാണ് അഭിമുഖീകരിക്കപ്പെടേണ്ടി വരുന്നത്. അപ്പൊ ആ രീതിയിൽ കേരളം തന്നെ ഒരു മതപരമായ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ? അതായത് ഇപ്പം ഹിജാബ് വിവാദം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പർദ്ദയുടെ വിഷയം എന്ന് പറയുന്നതോ കേരളത്തിൽ ഒരു കഴിഞ്ഞ 10 അല്ല 15 വർഷത്തിൽ കൂടുതലായിട്ടില്ല ഇങ്ങനെ മതപരത വളരെ വ്യാപകമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങളൊക്കെ വന്നൂറൊക്കെ ആണെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന മത ചിഹ്നങ്ങളെന്ന് മാത്രമല്ല മതത്തിനെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ കേരളത്തിൽ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് PDPയുടെ തുടക്കത്തോടുകൂടി പിന്നീട് SDPI, പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വരുന്നതോടുകൂടിയാണ് ഇസ്ലാം മതത്തിനകത്ത്, അതായത് കേരളത്തിൽ അങ്ങനെ ഇസ്ലാമിനിടയിൽ ആ പറയുന്ന ഒരു തീവ്രമായൊരു മതബോധം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തില് അവരെ ആ തരത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളല്ലേ? അതെ, അത് രാഷ്ട്രീയ ഒരു അജണ്ട തന്നെയാണത്. ആളുകളിൽ നിന്ന് മതവിശ്വാസം ചോർന്നു പോവുകയോ അവരുടെ ആചാരങ്ങളിൽ നിന്ന് അവർ പിന്തിരിയോ ചെയ്യപ്പെടുമ്പോൾ അവരുടെ ആ ഒരു കെട്ടുറപ്പ് അയഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി അവരെത്രത്തോളം ഇവരെ മതത്തിലേക്ക് ആമുക്തമാക്കാവാതെ മുഴുവൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ സ്കൂളിലെ പ്രശ്നത്തിൽ തന്നെ
സ്കൂളിലെ ഒരു 140ഓളം കുട്ടികൾ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് കുട്ടികളോട് പഠിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഈ കുട്ടി പുതിയതായിട്ട് വരുന്നു, ചേരുന്നു, ജോയിൻ ചെയ്യുന്നു, 4 മാസം പഠിക്കുന്നു. 4 മാസം പഠിക്കുന്ന സമയത്ത് വരെ പ്രശ്നമില്ല. പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് ഈ കുട്ടി ഈ പഴയ ഹിജാബ് ഇട്ടുകൊണ്ട് എനിക്ക് ധരിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്നിൽ നിൽക്കുന്നത് SDPI പ്രവർത്തനമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ തന്നെയാണെന്ന് കേരളത്തില്, അത് ഇസ്ലാമിന്റെ പക്ഷത്ത് മാത്രമല്ല ക്രൈസ്തവ പക്ഷത്തും അതുപോലെ തന്നെ ഹൈന്ദവ പക്ഷത്തും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് അധിനിവേശം നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് അനുവദിച്ചു കൊടുക്കാൻ അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് നമ്മളെ രാജ്യ സുരക്ഷയ്ക്കും ജനങ്ങളുടെ ജീവിതത്തിനും എല്ലാം ഭീഷണി ഉയർത്തുന്ന ഒരു നിലപാടുമായിട്ട് ഏത് മതരാഷ്ട്രീയ സംഘടനകളും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തടയപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സംഗതിയാണ്, തർക്കമില്ല. പക്ഷേ ഇവിടെ മതപരതയുള്ള ആളുകൾ തന്നെയാണ് അവരുടെ മതവിശ്വാസത്തിന് പിന്നെ അതിനെ നിരസിക്കുന്നത്. അവരുടെ അവകാശം ക്ലിയറാക്കി പറഞ്ഞാല് ഈ ഇവര് എതിർക്കപ്പെടുന്ന ആ വേഷവിധാനം ധരിച്ചുകൊണ്ട് തന്നെയാണ് അവരെല്ലാ മതചിഹ്നങ്ങളും വഹിച്ചുകൊണ്ടും വിശ്വാസം പുലർത്തിക്കൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ആ സ്കൂള് തന്നെ സഭയുടെ സ്കൂളാണ്. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് അവരുടെ വിശ്വാസത്തെ കൂടെ ഒരു സഹിഷ്ണുത അതും അവർ കാണിക്കുന്നില്ല. അവരുടെ വിശ്വാസത്തിൽ ഊന്നിയ ഒരു പ്രവർത്തനമാണെങ്കിൽ പോലും അവരനോട് സഹിഷ്ണുത കാണിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ ഒരു നിലപാട്. അതിനെ പോലും വിഘാതമാക്കുന്ന തരത്തിലാണ്. അപ്പൊ ഈ സ്പർദ്ധ ഇവരിൽ പോലും പരസ്പരമുള്ള ആ വൈരാഗ്യവും സ്പർദ്ധയും എത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ പോലും പടർന്ന് പന്തലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഭീഷണിയാകുന്നല്ലേ. അതായത് സ്വന്തം കണ്ണിനെ പോലെ കിടക്കുകയാണ് അവരവരുടെ കണ്ണിലെ കണ്ണെടുക്കാൻ പോകുന്നത് എന്നുള്ള രീതിയാണ്. പക്ഷെ ഈ വിഷയത്തില് അവര് പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ അത് അധ്യാപകരാണ്. വിദ്യാർത്ഥികൾക്ക് ഉള്ളതാണ് യൂണിഫോം എന്ന് പറയുന്നത്. അധ്യാപകർക്ക് യൂണിഫോം ഇല്ല. അപ്പം വിദ്യാർത്ഥികൾ യൂണിഫോം ധരിക്കുക എന്ന് പറയുന്നത് ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ ഭാഗം എന്ന നിലയിൽ അത് ധരിക്കാനും അതനുസരിക്കാനും ഒരു ബാധ്യസ്ഥരാണ്. ആ ബാധ്യസ്ഥതയിൽ നിന്നാണ് സ്വാഭാവികമായിട്ട് അവർ പുറകോട്ട് പോയിരിക്കുന്നത് എന്നാണ് അവരെടുക്കുന്ന ഒരു ആർഗ്യുമെന്റ്. ഇത് മാത്രമല്ല, ഇതുപോലൊരു കേസിലെ ഹൈക്കോടതിയിലെ മുഹമ്മദ് മുസ്താഖ് എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് ഇത്തരം ഒരു സ്ഥാപനത്തിൽ സ്വാഭാവികമായി മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഒരു സ്ഥാപനത്തിലെ യൂണിഫോം ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായ ആ യൂണിഫോം ധരിച്ചാൽ മതിയാകൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ നിലപാട് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അവർ ആ ഡിമാൻഡെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ അഡ്മിഷൻ ചെയ്തതെങ്കിൽ പിന്നീട് ഇടയ്ക്ക് അവരുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ നിയമത്തിന് വിഘാതമായിട്ട് നിൽക്കുന്നത് ശരിയായ നിലപാടല്ല. അപ്പോൾ ആ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ സിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി അവർ കുറ്റമില്ലാത്തതാണ്. പക്ഷെ നേരെ തിരിച്ച് ഈ അത്യാവശ്യമായിട്ടുള്ള മുസ്ലിം വിശ്വാസങ്ങൾ അത് അത്യന്താവശ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശിരോവസ്ത്രം നിർബന്ധമാക്കിയേക്കാണ്. പണ്ട് അത്ര ഒന്നും ഇല്ല, അത്രയും മതപരത ഇല്ലായിരുന്ന കാലത്ത് അതൊരു വിഷയമല്ല. ഇന്നിപ്പോൾ അത് ഓരോ കുട്ടിയും വീട്ടിൽ നിന്ന് അതുപോലെ ഇത് ക്ലാസ് കൊടുത്താണ് വരുന്നത്, അല്ലെങ്കിൽ മദ്രസകളിൽ നിന്ന് അതുപോലെ കേട്ടാ പറയുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ തലമറിക്കാത്തവരുടെ നരകം സ്ത്രീകളെ കൊണ്ട് നിറയുമെന്നാണ് പറയുന്നത്. ആ നരകത്തിന്റെ മുഴുവൻ അവകാശികൾ സ്ത്രീകളാണ്. അതിന്റെ മെയിൻ കാരണം തന്നെ തലമറയ്ക്കാത്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളും നിരന്തരം ഇതുപോലുള്ള ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് മറയ്ക്കാതെ വിട്ടാൽ ഇതിന്റെ കുറ്റം വരുന്നത് മാതാപിതാക്കളുടെ തലയിൽ. അപ്പൊ അതുകൊണ്ട് അവര് കൂടുതൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. ഇപ്പൊ കൂടി മതപരത ഒരു 10-20 വർഷം മുമ്പത്തേക്കാൾ മതപരത തീവ്രമായിരിക്കുന്നു സമൂഹത്തിൽ പൊതുവേ. അതെ. ഇപ്പൊ നമ്മളീ പറഞ്ഞ ഒരു വിഷയം വളരെ ശരിയായ നിലപാട് എന്താണെന്ന് വെച്ചാല്, അല്ല ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കന്യാസ്ത്രീ നടത്തുന്ന പള്ളിക്കൂടമുണ്ട്. അവർ കന്യാസ്ത്രീ നടത്തുന്ന പള്ളിക്കൂടങ്ങളിൽ അവർ കത്തോലിക്ക വിശ്വാസം വെച്ച് പുലർത്താനും അതുപോലെ ബൈബിള് പഠിപ്പിക്കുകയും മോറൽ ക്ലാസ് നടത്തുകയും അൽഫോൻസ ഗൃഹത്തിലേക്ക് തീർത്ഥാടനം നടത്തുകയും ജപമാല റാലി നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അവർക്ക് ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല. അല്ല, ഇവര് UAE സ്കൂൾ നടത്തുന്നുണ്ട്, പിന്നെ പഞ്ചാബിൽ നടത്തുന്നുണ്ട്. അതുപോലെയുള്ള റിലീജിയസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ സ്കൂള് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ സംഘടിതരായി നിൽക്കേണ്ട ആവശ്യകത ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ വിഘടിപ്പിക്കാനും മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട്. ഇവർക്ക് അതിനെ തിരസ്കരിക്കാനോ അല്ല ആ യൂണിറ്റി ഇവിടെ നിലനിർത്താനോ ശ്രമിക്കേണ്ട ബുദ്ധിപരമായ തീരുമാനം. ഇവര് പക്ഷെ പലരുടെയും രാഷ്ട്രീയ രണ്ടു കൂട്ടരും രാഷ്ട്രീയ പിന്നെ പല അജണ്ടകൾക്കും
ഇവരെ നിന്നു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇവരെ അതിന് ചട്ടുകമായി മാറുവാണ്. അത് ദോഷം ചെയ്യുന്നത് ഇവർക്ക് തന്നെ ഉള്ളൂ. എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഹിന്ദു ഫാസിസ്റ്റ് നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തില് ഇവരെല്ലാം വർഗീയവാദികളാണ്, ഞങ്ങളെ പോലെ അല്ല, ഇവരെല്ലാം തീവ്രവാദികളാണ് എന്ന നിലപാടിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ഈ സംഘടന നിന്നു കൊടുക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല് ഈ വർഷം തന്നെയാണ് ആലുവ നിർമ്മല കോളേജില് കുറച്ച് അതുവരെ അല്ലാത്തൊരു പ്രശ്നത്തില് അവർ പറയുന്നു, ഒരു ദിവസം 5-6 പെൺകുട്ടികളെന്ന് പറയുന്നു, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ മുറി തരണം. അപ്പൊ ഈ കണ്ട നൂറ്റാണ്ടിൽ ഇത്രയും കാലം കോളേജ് നടത്തിയിട്ടും ആർക്കും വേണ്ടാത്തൊരു അവകാശം വളരെ പെട്ടെന്ന് 3-4 പെൺകുട്ടികൾ വന്നിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശം, അതിനുവേണ്ടി സമരം നടത്തുന്നു. അപ്പൊ അത്തരൊരു നിലപാടിലേക്ക് വരുമ്പോൾ അതിനകത്ത് 2 ഡയമെൻഷൻ. ഒന്ന്, നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറയിൽപ്പെട്ട ഈ പറയുന്ന 2K കുട്ടികൾ പോലും വളരെ കൃത്യമായി മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലവിളി കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമല്ലേ? തീർച്ചയായും അത് നമുക്ക് ആകുലത ആശങ്കയുണ്ട്. അതിനെതിരെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ നമ്മൾ എത്രത്തോളം മക്കളെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് അവരുടെ തലച്ചോറിൽ ഈ കാര്യങ്ങൾ രൂഢമൂലമാകുകയും അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. മറിച്ച് ചിന്തിക്കാനുള്ളൊരു അവസരമോ ഒരു സന്ദർഭം അവർക്ക് കിട്ടുന്നില്ല. യാദൃച്ഛിക കിട്ടിയാൽ തന്നെ അതെല്ലാം നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഒരു പിന്നെ അജ്ഞാത ശക്തിയുടെ പ്രവൃത്തിയായിട്ടാണ് അവരോട് പറഞ്ഞു ധരിപ്പിച്ചേക്കുന്നത്. ഈ നിർമ്മലഗിരി കോളേജിൽ നമസ്കാര മുറി കൊടുക്കണമെന്ന് ഇവരുടെ ഡിമാൻഡ് ഇന്ന് വിമർശനത്തിൻ്റെ മുനയിൽ നിൽക്കുന്ന ഇസ്ലാം സമുദായത്തിന് എത്രത്തോളം ആഘാതം ഏൽപ്പിക്കുന്നതാണ് ഇവരുടെ ഓരോ പ്രവൃത്തികളെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. അത് കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് ഇതൊരു പ്രശ്നക്കാരുടെ മതം, അതിൽ കൂടുതൽ റിലീജിയസ് ആയിട്ട് അവർ ചിന്തിക്കുന്നത്, ഒരൊറ്റപ്പെട്ട ഒരു സമൂഹമായി ആക്കപ്പെടുകയാണ്, അവർ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓരോ സന്ദർഭത്തിൽ ഇവരുടെ ഇങ്ങനെയുള്ള നടപടികളുമുണ്ട്. അല്ല, കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ പല സംഭവങ്ങളും ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ജോസഫ് സാറിന്റെ കൈകാലിന്റെ സംഭവം. അപ്പൊ അത് തന്നെ ഏറ്റവും രൂക്ഷമായ ഭീകരമായ, അതായത് മുസ്ലിം അത് ചെയ്ത പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടല്ല, അല്ലെ SDP-ക്ക് എതിരായിട്ടല്ല, മറിച്ച് ഇസ്ലാം സമുദായത്തിന് മൊത്തം എതിരായിട്ടുള്ള ഒരു അറ്റീണ്ടാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ അവർ നടത്തിയിട്ടുള്ള ഒരു പ്രകടനത്തിൽ, SDP-യുടെ പ്രകടനത്തില് അരിയും പൂവും കരുതിക്കും എന്ന് പറഞ്ഞിട്ട് വളരെ ഭയാനകമായി. എന്നാൽ RSSന്റെ അതിനേക്കാൾ കുറെ കൂടി രൂക്ഷമായിട്ടുള്ള നിലപാടിലാണ് അവർ കൊണ്ടുവന്നത്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ഇസ്ലാമിക ഇടയിൽ ഇത്തരത്തിലൊരു തീവ്രവാദം കയറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ആസൂത്രണമായ ഒരു പദ്ധതി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും ആസൂത്രണപരമായ പദ്ധതികളല്ലേ ഇവർ നടത്തുന്നുണ്ട്. ഇവരെൻ്റെ പ്രവർത്തനങ്ങളിൽ സദാസമയം ജാഗരൂകരായിട്ടായിരിക്കുന്നത്. കുറേ ന്യൂനപക്ഷമെങ്കിലും അങ്ങനത്തെ ചിന്തകളുമായിട്ട് തീവ്രമായ നടപടികൾ, എതിർപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റെസിസ്റ്റിംഗ് രീതിയാണ് ഇവരെടുക്കുന്നത്. അതൊരിക്കലും ഒരു സമാധാനമായ അന്തരീക്ഷം ആർക്കും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ പറയുന്നവർക്കും സമുദായത്തിന് തന്നെയും എന്ന് ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട അവസ്ഥയെ കൊണ്ടെത്തിക്കുകയാണ്. ഇത് ചിന്തിക്കാനുള്ള കഴിവ് ഈ സമുദായമെങ്കിലും മനസ്സിലാക്കണം. അല്ല, അത് മനസ്സിലാവേണ്ടത് കേരളത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുഹമ്മദിന് മുമ്പും കേരളത്തില് ഈ പറയുന്ന അറബികളുണ്ട്. ഇവിടുത്തെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രവും പ്രത്യേകിച്ച് തീരദേശത്തിന്റെ ചരിത്രമൊക്കെയാണ് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ കച്ചവടത്തിനും മറ്റുമായി വന്ന് അതിവിപുലമായി താമസിക്കുന്ന കേരളീയരായിട്ട് തന്നെ, ഒരിക്കലും മുസ്ലിങ്ങളായിട്ടല്ല, കേരളീയരായിട്ട് തന്നെ വസിച്ചു പോകുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ് ഈ പറയുന്ന ഇസ്ലാമിക് തീവ്രവാദം ഈ അടുത്ത കാലത്ത് മാത്രം കുത്തിവയ്ക്കപ്പെട്ടതാണ്. അതായത് നമുക്ക് മൊത്തം ഇവര് കുറെ ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ അപകടകാരികളാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് നറേഷനിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ പക്ഷേ സ്വാഭാവികമായി എതിർകക്ഷികൾക്ക് വളരെ കൃത്യമായി ഇവരെ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കാനുള്ള അവസരങ്ങളല്ലേ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. അതാണ് പറഞ്ഞത്. അത് തിരിച്ചറിയണം, സമുദായം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോകുന്ന അപകടത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് പിന്തിരിയാനുള്ള അല്ലെങ്കിൽ അതിന് മാറി നിൽക്കാനുള്ള ഒരു അവബോധം അവർ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മളെ ഐക്യത്തോടു കൂടി ഇന്ന് വരെ ജീവിച്ചു പോകുന്നത്. അതിന് കേരളം മാത്രമുള്ളൂ, കേരളം തമിഴ്നാട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇപ്പൊ ചുരുങ്ങിപ്പോയി. അത്ര ഐക്യത്തോടു കൂടി മനുഷ്യരെല്ലാവരും പ്രശ്നങ്ങളില്ലാതല്ലേ. കലാപങ്ങൾ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റുകളായിട്ട് നിൽക്കുന്നത് ഈ 2 സ്റ്റേറ്റുകളാണ്. പക്ഷെ അതിനും കൂടെ അപവാദമാകുന്ന രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ആണ്ടുപോകാതെ നമ്മൾ നമ്മുടെ എല്ലാ വിശ്വാസങ്ങൾ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് ഇവിടെ, അത് പുലർത്തിപ്പോരാൻ. പക്ഷെ അതൊക്കെ അവനവൻ്റെ സ്വകാര്യതയിൽ അല്ലെങ്കിൽ അവരവരുടെ ആ ഒരു പരിധിയിൽ മാത്രം നിർത്തിക്കൊണ്ട് വെളിയിലേക്ക് ഇത് പ്രചരിപ്പിക്കാനോ അത് നടക്കല്ല ഇനിയുള്ള കാലത്ത്. ഇതൊന്നും പ്രചരിപ്പിച്ച് മറ്റുള്ളവരെ അതിൽ ഒരു സ്വാധീനിക്കാനും മാത്രമുള്ള ഇതിന്റെ കാലം കഴിഞ്ഞു പോയി. അല്ല, അത് അവർക്ക് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും പറ്റില്ല കേരളത്തില്.
അതായത് ഇപ്പൊ ഹിന്ദു അല്ല ഹിന്ദു ഫാസിസ്റ്റുകളോടോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോടോ മത്സരിച്ച് ജയിക്കാനുള്ള ശേഷിയോ ഇല്ലെന്ന് മാത്രമല്ല അതൊക്കെ ശരിയായൊരു പാതയില്ല. പക്ഷെ ഇത്തരം ഒരു തീവ്രവാദം കേരളത്തിലേക്ക് വളരുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിലെ മദ്രസ പഠനം നിർബന്ധം ഒരു കാരണമല്ലേ? മദ്രസ പഠനം നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ആ മതം എങ്ങനെ അനുഷ്ഠിക്കണം, അതിന്റെ ആചാരങ്ങൾ, അതിന്റെ വിശ്വാസ പ്രമാണങ്ങൾ, അതിലെ പ്രവാചകന്മാരെ ചരിത്രം ഇങ്ങനെയൊക്കെയാ പോയത്. അത് കുറച്ചേ ഞാൻ ഇല്ല അന്ന് ഇനി ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ രാഷ്ട്രീയപരത എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ തീവ്രത എല്ലാവരും എത്തിക്കുക, ശരിയായ വിശ്വാസികളായിട്ട് വരിക എന്നല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് പോകണം, രാജ്യം ആ രീതിയിലല്ല പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കുന്ന പിള്ളേർ അത് അങ്ങനെയും ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയത്തുള്ളൂ. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു വരികയാണ്, ഇത് ഇസ്ലാം ആണ് ശരിയായ മതമെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൂടാ? ആ ഭരണം വരുവാണെങ്കിൽ എല്ലാം കൊണ്ടും സ്വർഗ തുല്യമാകില്ല, അങ്ങനെയുള്ള ധാരണ എങ്ങാണ്ടാണ് ഭൂരിപക്ഷ ആളുകളും ചെന്ന് ചേരുന്നത്. പിന്നീട് അവർ ക്ലാസ് എടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ പുണ്യം കിട്ടാനുള്ള കാര്യങ്ങളാണെന്നാണ് വരുത്തി തീർക്കുന്നത്. അപ്പൊ സ്വർഗത്തിലെ ഊറികളും സ്വർഗത്തിലെ സുഖങ്ങളും അവിടുത്തെ തേനും പാലും അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു വിദ്യാബോധത്തിലേക്ക് ഈ പുതിയ തലമുറയെ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിയുന്നുള്ള സത്യമല്ലേ? കുറെയൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം പേരും മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നത് നമ്മൾ കാണുന്ന, ഇടപെടുന്ന, സംസാരിക്കുന്നവരൊക്കെ ഒരു ഒരു കൾച്ചറൽ മുസ്ലിമായിട്ട് പോകുന്നല്ലാതെ റിലീജിയസ് ആയിട്ടുള്ള അത്ര റിലീജിയസ് മൈൻഡഡ് അല്ല. ഒരുപാട് പേരുമായിട്ട് നമുക്ക് സംസാര മധ്യേ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അവര് വിശ്വാസികളായിരിക്കാം. അതുകൊണ്ട് നമ്മളോടുള്ള നമ്മുടെ മനോഭാവം അവരോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് സംശയിക്കുമ്പോൾ സംസാര മധ്യയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം MESന്റെ സ്കൂളുകളിലെ അല്ലെ കോളേജുകളിലെ അവർ പോലും ഈ ക്ലാസ്സിനുള്ളിൽ യൂണിഫോമിന് പകരം ഈ അത് ധരിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊരു പൊതുധാരയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരണം എന്നൊരു കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അതേസമയം നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തില് ഏതാണ്ട് പൂർണ്ണമായിട്ടും എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നല്ലൊരു ശതമാനവും ഈ വിദ്യാഭ്യാസ മണ്ഡലത്തെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ യുവതികളാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളാണ്. അപ്പൊ ആ സഭകള് എടുക്കുന്ന ഒരു ആധിപത്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഇവരുടെ രണ്ടു കൂട്ടരുടെയും ആ ഒരു രാഷ്ട്രീയ ശക്തി കാണിക്കണമെന്നുള്ളതും ഗവൺമെന്റുകളെ വലയ്ക്കണമെന്നുള്ളതും അവരുടെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി പല ഫോഴ്സും ചെലുത്തും. സമ്മർദ്ദ ശക്തിയാണ്, അതായത് ഗവൺമെന്റിന് വേണ്ടി സമ്മർദ്ദ ശക്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന ഭൂരിപക്ഷ ഹൈന്ദവ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാട് എന്ന രീതിയില്ല. അത്തരം ഒരു ഹൈന്ദവ ഭീകരതയെ തങ്ങളുടെ ന്യൂനപക്ഷ ഭീകരത കൊണ്ട് നേരിടാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടാവും. അത് അസാധ്യമല്ലേ? അസാധ്യമാണ്. അത് ചിന്തിക്കുക തലച്ചോറുള്ളവർക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് അത്രത്തോളം മല്ലിടാനും മാത്രമുള്ള ഒരു ആൾബലമോ മറ്റുള്ള ആയുധബലമോ അതൊന്നും അതിനുള്ള ഒരു സാഹചര്യമോ ഇല്ല. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം. പിന്നെ ഇവിടെ നിയമമുണ്ട്. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ പോയാലും നമുക്കിപ്പോൾ സമാധാനപരമായിട്ട് ഒരു നിയമത്തിന് നീതി കിട്ടുമെന്നുള്ള ബോധത്തിലൂടെയാണ് പോകാനുള്ള എല്ലാ സാഹചര്യവും ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ആ രീതി നോക്കുക, ആ രീതിയിലുള്ള ഒരു സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ വരിക, അല്ലാതെ ആയുധം സംഭരിച്ച് എതിർത്തുകൊണ്ട് ശത്രുക്കളുടെ മേൽ കായികമായിട്ടോ ആയുധപരമായിട്ടോ ഒക്കെ നേരിടുക എന്നുള്ള ആ ഒരു നിലപാട് ബുദ്ധിയുള്ളവർ സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അത് ആളുകളെ ത്രസിപ്പിക്കാൻ, അണികളെ വികാരം കൊള്ളിച്ചുകൊണ്ട് വെറുതെ ബലിയാടാകാൻ തള്ളിവിടാനായിട്ട് കുറേ പേര് വരിക എന്ന് തിരിച്ചറിയണം. അത് ചെറുപ്പക്കാരും തിരിച്ചറിയണം. പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സമരമുണ്ട്, അല്ലെങ്കിൽ അതിന് അധികാര കോടതിയുണ്ട് നമുക്ക് പരിഹരിക്കാനുള്ള, ജനാധിപത്യപരമായിട്ട് പരിഹരിക്കാനുള്ള ഒരു വഴിയുണ്ട്. പിന്നെ ഇന്ത്യയിൽ മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടിനെ ആ നിലയിൽ അതിനെ സമീപിക്കേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിലെ തന്നെയും പ്രത്യേകം ഇപ്പൊ അടുത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു സമയത്താണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് സമ്മർസോൾട്ട് അടിച്ചിട്ട് പുതിയൊരു നിലപാടിലേക്ക് വന്നതും ഈ പറയുന്ന ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അങ്ങനെ ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് യൂണിഫോം ധരിച്ച് വരാവൂ എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും തുടർന്നുള്ള പ്രസ്താവനയിലൂടെയും കൂടെ വളരെ കൃത്യമായും ഈ ക്രിസ്തുമത സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയ്ക്കെതിരായിട്ടും
ഈ ഹിജാബ് ധരിക്കുന്ന കുട്ടിക്ക് അനുകൂലമായിട്ടൊരു നിലപാടിലേക്ക് വന്നിരിക്കും. അത് മുമ്പേ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടല്ല, ശരിക്കും ഒരു രാഷ്ട്രീയ മുതലെടുപ്പല്ലേ? രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും പരിക്ക് പറ്റുമോ എന്നുള്ള ഒരു ചിന്ത രാഷ്ട്രീയത്തിന്റെ ഒരു കളിയെന്നല്ല അപ്പുറത്തേക്കൊന്നുമില്ല. അത് അങ്ങനെയൊക്കെ ചാഞ്ചാടി നിൽക്കുമേ. അത് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്, അവർക്കൊരു നിലപാടില്ലല്ലോ. ഒരു ആ സാഹചര്യത്തിനനുസരിച്ച് അവര് നയം മാറ്റും, പറഞ്ഞ വാക്ക് മാറ്റും, അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഉള്ള ഈ വർദ്ധിച്ചു വരുന്ന ഈ സ്പർദ്ധ അത് ഒഴിവാക്കാനായിട്ട് എല്ലാ വിഭാഗങ്ങളും അതിന് മുന്നിട്ടിറങ്ങുകയും ഈ പുതിയ തിരിച്ചറിവുള്ള കുട്ടികൾ, ഈ ചെറുപ്പക്കാർ, അവരാണ് അതിനെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. നിർഭാഗ്യവശാൽ പലരും കൂടുതൽ ഇതിലേക്കൊക്കെ പിന്നെ വ്യാപൃതരാകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സംഘടനകൾ, പിന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ, കുടുംബത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാക്കുക, പുതിയ കൂട്ടായ്മകളിലൂടെ അവർക്ക് ബോധനം ചെയ്തുകൊണ്ടിരിക്കുക. ആവശ്യകത കൂട്ടായ്മയുടെ ഒന്നിച്ചിക്കലിൻ്റെ അതല്ല വേണ്ടത്. കൂട്ടായ്മ വേണം, പക്ഷെ അത് സ്വന്തം പിന്നെ അത് മതത്തിന്റെ പേരിൽ, അവരുടെ വിശ്വാസത്തിന്റെ പേരിലുള്ള തീവ്രവാദപരമായ ഒരു കൂട്ടായ്മ ആവാൻ പാടില്ല, അല്ലേ? അപ്പം നൂറ് കുറെ കാലമല്ല മതം വിട്ട് മതം വിട്ടു പോകുന്ന ഒരാളെന്ന നിലയിൽ ഈ ഇസ്ലാം മതത്തിന്റെ ഈ പറയുന്ന പൊതു സ്വഭാവങ്ങളാണ്, ആ പൊതു സ്വഭാവങ്ങൾ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അതായത് നമ്മളിപ്പം ഈ ഇല്ലാത്തടത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കി. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നൂറിന്റെ അമ്മയോ മുത്തശ്ശിയോ ഒന്നും തന്നെ ഒരിക്കലും ഈ പറയുന്ന മതം ധരിച്ചു വന്നവരല്ല, ആണോ? അല്ല അല്ല, നേരത്തെ ആയിരുന്നില്ല. അപ്പം വന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. പക്ഷെ നമ്മുടെ പുതിയ പെൺകുട്ടികള് ഇപ്പോഴും പർദ്ദ ധരിക്കുന്നത് എന്തോ ഒരു ഫാഷനാണ്, അതൊരു ചോയ്സ് ആണ് എന്ന് പറയാൻ ബാധിക്കുന്ന ഒരാളുണ്ട്. ഒരിക്കലും ഒരു മതപരമായ വേഷം ഒരു ചോയ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? അത് അവർക്ക് അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതുകൊണ്ട്. അല്ല, അത് ഞാൻ ചോദിച്ചു, അവരുടെ ആർഗ്യുമെന്റ് ഇത് ഞങ്ങളുടെ ഒരു ചോയ്സ് ആണ്. അല്ല, മതനിബന്ധനയാണത്. ചോയ്സ് ആകുന്ന എങ്ങനെയാണ്? അതാണ് ചോദിച്ചത്, മതനിബന്ധനയാണ്. അതേസമയം സൗദിയിലൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? സൗദി രാജകുമാരി ഒന്നും ഈ പറയുന്ന പർദ്ദ ഇട്ടിട്ടുണ്ടെന്ന് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാണ് അവർ നടക്കുന്നത്, രാജാവും രാജകുമാരനും ഒക്കെ തന്നെ. അപ്പോൾ കേരളം പോലെ ഒരു പിന്നോക്ക പ്രദേശത്ത് നിന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ ചോയ്സ് ആണ് എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമില്ല. വാസ്തവത്തിൽ സ്ത്രീകൾ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല, അവരതിൻ്റെ ഒരു ഇതായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അറിയാതെ പോലും അവർ രാഷ്ട്രീയത്തിന്റെ ഒരു ഇവരുടെ അത് അല്ല, ഈ വിശ്വാസത്തിന്റെ ആണെന്നാണ്. രാഷ്ട്രീയത്തിന്റെ അല്ല അവർ ചിന്തിക്കുന്നത്. വിശ്വാസത്തിന്റെ ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ് സ്ത്രീകളുടെ തലമുടി കാണുക എന്ന് പറഞ്ഞാൽ. അത് ഔറത്ത്, നഗ്നത തന്നെയായിട്ടാണ്. അത് പുരുഷനെ ആകർഷിക്കുന്ന ഘടകത്തിലൊന്ന് തലമുടിയും കൂടിയാണ്. അപ്പൊ അത് മറയ്ക്കുക, കഴിയുന്നതും അന്യവരുടെ മുന്നിൽ വരാതിരിക്കുക, വരികയാണെങ്കിൽ തന്നെ കവർ ചെയ്ത് വരിക. അപ്പോൾ തലമുടി കൂടെ കാണുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ മതത്തിന് വെളിയിലായി പോകുന്ന ഒരവസ്ഥ, ഭീതിയാണ്. അത് ശിക്ഷ, തലയിൽ എന്താണ് തീ കൊണ്ടുള്ള മക്കനെ ഇടിക്കുക എന്ന് പറയുന്നത് മരണശേഷം. പിന്നെ സിരാത് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ജീവിതാന്ത കാലം കിടക്കാൻ. അത് കൂടാതെ നമ്മളെ പൊരിക്കുന്നുണ്ട്, വറക്കുന്നുണ്ട്, ചൂടുന്നുണ്ട്, പിന്നെ ഈ ഇതിലിട്ട് എന്താ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ മക്കന സ്ഥിരമായിട്ട് എന്തിനാണ് അതിന്റെ ആവശ്യം ഞാൻ ഓർക്കാറുണ്ട്. മക്കന തലയിടിക്കേണ്ട കാര്യമില്ല, മൊത്തം തീ കിടക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചത് ഈ പുതിയ തലമുറ അത്തരം ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? അതപ്പോൾ ഇതേക്കുറിച്ച് മറ്റൊരു ആർഗ്യുമെന്റ് ഉള്ളത്, ഈ പറയുന്ന പർദ്ദ വ്യാപാരം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വ്യാപാരമാണ്. അപ്പോൾ ഒരു അന്തർദേശീയ വ്യവസായത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു കൊമേഴ്സിന്റെ ഭാഗമായി പർദ്ദ വ്യാപാരികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണോ ഇത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് ഇപ്പൊ ഈ 70-80 കാലഘട്ടത്തിലാണല്ലോ ഗൾഫിലേക്ക് ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളായ അറബികള് പർദ്ദയും ഇട്ട് സൗദി അറേബ്യയൊക്കെ പോലെടുത്താണ് ആദ്യം പോയത്. അപ്പൊ അവര് ഭയങ്കര, സൗദി അറേബ്യയാണ് ഇസ്ലാമിന്റെ ആ ഒരു പ്രഭവ കേന്ദ്രവും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യവും. അവിടെയൊക്കെ വെള്ളിയാഴ്ച, അന്നൊക്കെ പിന്നെ വെള്ളിയാഴ്ച അല്ലെ ഏത് സമയത്തായാലും അസാൻ ബാങ്ക് കേട്ടാല് കടയടച്ച് നമസ്കരിക്കാൻ പോയില്ലെങ്കിൽ ഈ പോലീസ് ഒന്ന് ഇവരെ അടിക്കുകയും പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇത്ര പ്രാകൃതമായിരുന്നു. ഇഷ്ടമില്ലാത്ത ഒരാളെ വലിച്ചു കെട്ടിക്കൊണ്ട് പോവുക, നോമ്പ്
ഭക്ഷണ സാധനങ്ങളെല്ലാം റമദാൻ മാസത്തിൽ സൗദിയിൽ നിരോധിക്കുക, അതേ പകല് ഇല്ലാതാക്കുക, അത് കഴിക്കുന്നവരെ ശിക്ഷിക്കുക, ഇതൊക്കെ അങ്ങനെയുള്ള കാടൻ രീതിയായിരുന്നു. എന്നാൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന അതേ നടപടി. അതൊക്കെ എത്രയോ മാറ്റം വന്നു. പുതിയ ഭരണാധികാരികൾ വന്നു. പുതിയ ലോകവുമായിട്ടുള്ള ആ ഒരു അവരുടെ ആ കണക്ഷൻ കാരണം അവർക്ക് കുറച്ചുകൂടെയൊക്കെ വിശാലമായ കാഴ്ചപ്പാടുകളുണ്ടായി. അവരെല്ലാ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സന്ദർശിക്കുകയും അവിടുത്തെ ആചാരങ്ങൾ ഇതിലും ഭേദമാണല്ലോ, കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നിയുകൊണ്ട് അവർ അഡോപ്റ്റ് ചെയ്ത്. അത് അപ്പൊ അന്ന് അവിടുത്തെ ആ മതപരമായ ഒരു ജീവിത രീതി പറയുന്ന പോലെ എത്ര രൂക്ഷമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു? അവിടെ നമുക്ക് ഒരു നിബന്ധന നമ്മളിൽ നിന്നും ആരും ആരോപിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യാറില്ല. ഇവിടുന്ന് പോയ ഒരു അറബികളെ കൂടുതൽ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു അറബിയെക്കാട്ടിൽ വലിയ ചമയാറുണ്ട്. അല്ലാതെ ആത്മാർത്ഥമായിട്ടൊന്നും അല്ല. അവരുടെ ഒരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ ജോലിയിലൊക്കെ ഒരു സ്ഥായി ആയിട്ട് നല്ല വിശ്വാസമാണല്ലോ. പക്ഷെ അവര് ഒരിക്കലും ഞങ്ങളുടെ അറിവാവ് പറഞ്ഞത് എനിക്ക് എന്റെ ജോലി അതിന്റെ ആണ് പറഞ്ഞത്, ബാക്കിയൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുവോ നിസ്കരിക്കാതിരിക്കോ നോമ്പ് പിടിക്കുവോ, പക്ഷെ നോമ്പില് ഫുഡൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം ചെയ്യും. അത് നമ്മൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുവോ അത് അവർക്ക് ബാധകമല്ല. അപ്പൊ അതാ ചോദിച്ചത്, ഇപ്പൊ സൗദിയിലോ അല്ലെങ്കിൽ UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും നിബന്ധനമല്ലാത്ത ഒരു കാര്യം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ തന്നെ അത് മതപരതയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് നമ്മുടെ ഇമാമുമാരോ ഇത്ര SDPക്കാരോ അല്ലെങ്കിൽ PDPക്കാരോ ഒക്കെ പറയുമ്പോൾ അതൊരു അപകടകരമായ സൂചനയല്ല എന്നാണ് എന്റെ ചോദ്യം. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള അവരൊക്കെ കുറച്ചുകൂടി ലിബറലായി. അങ്ങനെയുള്ള രാജ്യത്ത് നമ്മളിപ്പം വേറെ ഒരു വലിയ രസമുള്ളൊരു കാര്യം, ഈ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നുമൊക്കെ പുറത്തേക്ക് പോകുന്ന ആളുകള് UAE-യിലും UK-യിലും അമേരിക്കയിലൊക്കെ പോയിട്ട് ഇപ്പം മതപരത അങ്ങോട്ട് ആഘോഷിച്ച് അവിടുന്ന് അവർ ഇറക്കി വിടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇവിടുന്ന് രഥമലിക്കലും നടന്നിട്ട് UK-യിലൊക്കെ ഭയങ്കരമായിട്ട് സിഖ് അവിടെ ഒരു കേസ് തന്നെ വന്നിരിക്കുന്നത് 3 സിഖുകാർ കൂടിയിട്ട് തമ്മിലടിച്ചിട്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ ഇന്ത്യയിലെ മതപരതയെ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി അവരുടെ സൂര്യ ജീവിതത്തെ പോലും തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് UAE-യിലോ അല്ലെങ്കിൽ സൗദിയിലോ ഇല്ലാത്ത ഒരു മതപരതയിലേക്ക് മത തീവ്രവാദത്തിലേക്ക് കേരളത്തിലെ പുതിയ തലമുറ എത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ അജണ്ട ഇല്ലെന്ന് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും രാഷ്ട്രീയ അജണ്ടയും മത അജണ്ടയും എല്ലാം അതിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് കുട്ടികൾ ചെറുപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് ഈ പ്രാക്ടീസ് ചെയ്ത് വിടുന്നത് കൊണ്ട് അവർക്കത് അതാണ് ശരി, അതാണ് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നമ്മളുടെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഈ വിശ്വാസങ്ങൾ ആചാരങ്ങളും എല്ലാം അത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അത് മതത്തിൽ നിന്ന് തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് ആചരിച്ചു പോരുന്നു. അതിൽ തെറ്റിദ്ധാരണ വന്നിട്ട് അവർ കടുംപിടുത്തം പിടിക്കുന്നു. മാറി ചിന്തിക്കാവുന്നതെല്ലാം തെറ്റാണെന്നും അങ്ങനെ ചിന്തിക്കുന്നത് പിന്നെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് അവര്, അങ്ങനെ കുറെ നിഷേധികൾ ഏത് കാലത്തും ഉണ്ടാകുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പല പ്രലോഭനങ്ങളും വരും. അതൊന്നും അതിജീവിച്ച് ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് നിത്യസ്വർഗം. അപ്പൊ അവര് പ്രത്യേകം ഏത് പ്രതിബന്ധം കൂടുന്തോറും ഇവർക്ക് അതിനുള്ള കൂടുക. അതെ. പക്ഷെ അത് നമ്മുടെ ഇതുപോലത്തെ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ആധുനിക വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ കാലഘട്ടത്തില് പോലും ഇങ്ങനെ ഒരു മതപരതയിലേക്ക് കേരളം വീണ്ടും പോകുന്നു എന്ന് പറയുമ്പോൾ സത്യത്തില് അതിനെ ഈ മാധ്യമങ്ങളും അതുപോലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഊതി വീർപ്പിക്കുന്നത് കൊണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇസ്ലാം സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മതം വിട്ടു പോരുന്ന ഒരു വിഭാഗം ഇപ്പോൾ ഇസ്ലാമാണ്. തന്നെയല്ല സ്വതന്ത്ര ചിന്തകളുടെയും എല്ലാ ചിന്താപദ്ധതിയിലും ഒക്കെ തന്നെ വളരെ വികസിക്കുകയും വളരെ മതപരതയിൽ നിന്ന് ഊരിപ്പോരാ. കാരണം മതപരതയിൽ നിന്ന് പോന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ മനുഷ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നൊരു ചിന്താ പദ്ധതി പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ കൂടി കൂടുതൽ ചിന്താശേഷി ഉള്ളവര് നമ്മളൊരു ബുക്കാണ് വായിക്കുമ്പോൾ അതിന്റെ വരികൾക്കിടയിലൂടെ അല്ല അതിൽ അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനാവാത്താണെന്ന് കാണുമ്പോഴാണ് പിന്തിരിയുന്നത്. അല്ലാതെ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടാനും തോന്നിയാസം നടക്കാനും ഒന്നുമല്ല. നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ഇടപെടുമ്പോഴും എല്ലാം നമുക്ക് എന്തൊക്കെയോ സംതിങ് ഒരു റോങ് ആയിട്ട് തോന്നാറുണ്ട്. ആ തോന്നൽ വലുതാകുമ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് ഇതൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ബാക്കിയാകും. അപ്പം ഒരു സർവശക്തനായ പരമാധികാരിയെ സൃഷ്ടാവ് ഇത്രയും
ജനങ്ങളെ തമ്മിൽ കലഹിപ്പിക്കുന്ന രീതിയിൽ, അവ്യക്തമായ രീതിയിൽ, തെളിവില്ലാതെ, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് മാത്രം ഒരു പ്രവാചകനെ ഇറക്കി അവിടെ മാത്രം ഉദ്ബോധനം കൊടുക്കുകയും പിന്നെ മനുഷ്യരെ കൊണ്ട് പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കാനും നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ലാഷ് ഉണ്ടാകുന്നത്. മറ്റുള്ളവർ പല രാജ്യത്ത് പല പല വിശ്വാസങ്ങൾ. അപ്പോൾ അവരംഗീകരിക്കണമെന്നില്ലല്ലോ, അവർക്ക് അവരുടെ വിശ്വാസം വലുത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇന്ത്യയിലുള്ളവർക്ക് അവരുടെ വിശ്വാസം വലുത്. അറേബ്യയിലുള്ള ഓരോ പ്രാദേശിക സ്ഥലത്തും ഉണ്ടായതാണ് പിന്നെ പടർന്ന് വലിയ മതങ്ങളായത്. അതിലൊരു ദൈവിക ശക്തി നമ്മൾ കാണുന്നില്ല. മനുഷ്യൻ ഇല്ലെങ്കിൽ ഇതന്ന് തീർന്നു. മനുഷ്യരെ പ്രചരിപ്പിക്കാൻ കൊണ്ടു നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് പ്രചരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആൾബലമുള്ളവർ കൂടുതൽ പ്രചരിക്കുന്നു. അതെ, ഇപ്പം അതൊക്കെ അങ്ങനെ പ്രചരിക്കുന്നു. ഇത് ഇല്ലാത്തവര് പ്രാദേശികമായിട്ട് ചിന്തനമായിട്ട് ഓരോരോ വിശ്വാസങ്ങളുമായിട്ട് കൂടുന്നു. ഇവിടെ ഇന്ത്യയിലത്തെ ഹിന്ദു വിശ്വാസം തന്നെ പ്രചരിക്കാതെ കടല് കിടക്കുന്നത് പാപമാണെന്നും അല്ലെ, ഇങ്ങോട്ട് എല്ലാവരും വന്നത്. മറ്റുള്ള മതവിശ്വാസികൾ ഇവിടെ കച്ചവടത്തിലായിട്ട് വന്ന് അങ്ങനെ ഇവിടെ പ്രചരിക്കാൻ ഇടവന്നതാണ്. ഇവിടെയുള്ള ശിഥിലീകരിച്ച ഒരു യൂണിറ്റി ഇല്ലാത്തൊരു പിന്നെ ആൾക്കൂട്ടമായിരുന്നു ഇവിടെയുള്ള മനുഷ്യര്. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള നിയമങ്ങൾ പറയുമ്പോൾ ആ ഭരണഘടന വിധേയമായിട്ടും മതനിരപേക്ഷമായിട്ടും മാത്രമേ നമ്മുടെ സമൂഹം പ്രവർത്തിക്കാൻ അവകാശമുള്ളൂ. അല്ല ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരിൽ പൊതു സമൂഹത്തിൽ അല്ലെ പൊതു ഇടങ്ങളിൽ ഇടപെട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് RSS ആയാലും കൊള്ളാം, ജമാഅത്തെ ഇസ്ലാമി ആയാലും കൊള്ളാം, അല്ലെങ്കിൽ ഏത് ശക്തി ആയാലും അങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു ആർജവത്വം നമ്മുടെ പൊതു ചിന്തകന്മാർക്ക് അല്ലെ ബുദ്ധിജീവികൾക്കോ രാഷ്ട്രീയക്കാർക്കോ ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു അപകടമല്ലേ. മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഈ വിഷയമൊക്കെ വരുന്നത് അവരുടെ വിശ്വാസത്തെ അനുവദിച്ചു കൊടുക്കാത്ത, അവരുടെ വിശ്വാസങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ അവർക്കെതിരെ നിൽക്കുക എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഉള്ളിൽ നടക്കുന്ന കളികളോ രാഷ്ട്രീയ ചിന്താപദ്ധതിയോ ഒന്നും എല്ലാവർക്കും ബോധ്യമാണില്ല. അവരുടെ വിശ്വാസം അവർക്ക് അനുവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധിയിലാണ് തങ്ങളെന്നുള്ള ഒരു ഇതാണ് അവര് ചിന്തിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അതിനെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പ്രക്രിയയായിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് മുസ്ലിം ക്രൈസ്തവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഉലച്ചു കിട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കാത്തിരിക്കുന്ന വേറൊരു കക്ഷികൾ ആ ഒരു സംഘർഷത്തെ മുതലെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്വകാലബുദ്ധി അപ്പുറത്തുണ്ട് എന്നതാണ്. അതും മനസ്സിലാക്കണം. പിന്നീട് ഐക്യത്തോടുകൂടി പോകട്ടെ എല്ലാവരും സഹവർത്തിത്തോടുകൂടി പോയിട്ട്. അതാണല്ലോ ഇവര് പറയുന്നത്. ഓരോ മതവും സമാധാനമാണ്, സഹവർത്തിത്വമാണ്, സാഹോദര്യമാണ്. പക്ഷേ ഇവരുടെ പ്രവർത്തികൾ കണ്ടാലും അതുമായിട്ട് ഒരിടത്തും ഇല്ലാത്ത ആ സമാധാനമാണ്. എല്ലാ മതവും എല്ലാ ദൈവവും സമാധാനത്തിന്റെയാണെന്ന് പറയുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാകുന്ന അവര് തമ്മിലാണ് അല്ലേ. ഞാൻ FB യിലൊക്കെ എഴുതുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരുടെ നിലയിൽ കയറാനാണ് ആരും. പിന്നെ കുറച്ച് മനസ്സിലാക്കുന്നവരും ചിന്തിക്കുന്നവരും കൂടുതൽ ഇങ്ങനെയുള്ള ഫീഡ്സ് വരുന്നവരും തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ആ ഒരു ആൽഗോരിതം കണക്കിന് വരുന്നവരും അത് വായിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ അവരും കൂടെ അവരുടെ ആ ഒരു തീവ്രത നേർത്ത് വരുന്നുണ്ടെന്നുള്ളത് നമ്മളൊരു നിരീക്ഷിക്കുന്നുണ്ട്. പണ്ട് നമ്മളോട് കാർക്കശ്യത്തോടെ ഇടപെട്ടവര് കമ്പലിട്ടവര് ഇപ്പൊ അതിനെയൊക്കെ ഒരു നേർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവര് മനസ്സിലാക്കി വരുന്നുണ്ട്. അതെ മനസ്സിലാക്കാഴിക കൊണ്ടാണ് കൂടുതലും പ്രശ്നം. നമ്മളെ പലരും ചൂഷണം ചെയ്യുകയാണ്, നമ്മളെ ഉപയോഗിക്കുകയാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് ആദ്യം ഉണ്ടാകണം. സ്പർദ്ധ വളർത്തുകയും സമൂഹത്തിലൊരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കി പരസ്പരം ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ എവിടെയും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ സംജാതമാക്കുക. അപ്പം അതൊക്കെ തിരിച്ചറിഞ്ഞ് സമാധാനമായിട്ട് നമ്മൾക്ക് എന്താണ്, നമ്മൾ എത്ര കൂടി വന്ന ഒരു 80 വർഷം ഇവിടെ ജീവിക്കും പരമാവധി. അതിനകം നമ്മൾ എന്തിനാണ് ഈ പിന്നെ നമുക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നത്? കലാപങ്ങൾ ഉണ്ടായിട്ട് അല്ലെ ശത്രുത ഉണ്ടായിട്ട് മനുഷ്യനോട് നമ്മൾ ഇടപെട്ട് നന്നായിട്ട് വർദ്ധിച്ചു പോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനത്തുള്ള അത് മാത്രമല്ല, നമ്മളെ മാത്രമല്ല നമ്മുടെ വരും തലമുറയെ പോലും പരസ്പരം ശത്രുതാപരമായി വീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അപകടകരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല രാജ്യത്തിനും അപകടകരമാണ്. നമ്മൾ ഇന്ന് വരെയും നമ്മുടെ തലമുറ അത്ര സഹവർത്തിത്വത്തിൽ പോയതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തെ ഇവിടെ ഇരിക്കുന്നത് അല്ലെ. ആ ഒരു അന്തരീക്ഷം നമ്മളും ബാധ്യസ്ഥരാണ് നമ്മുടെ അടുത്ത ജനറേഷനും കൊടുക്കാൻ. അല്ലാതെ ഇവിടെ മതം പറഞ്ഞും വർഗീയത പറഞ്ഞും കലാപങ്ങൾ ഉണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ഓരോരുത്തർ വ്യക്തിപരമായി ആർക്കും ദോഷമല്ലാതെ ഗുണം ഉണ്ടാകുന്നില്ല.
അത് രാജ്യത്തിനും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും പുരോഗതിക്കും എല്ലാം വിഘാതമായിട്ട് നിൽക്കുകയാണ്. നമ്മളെ പുറകോട്ട് വലിക്കുന്ന ചിന്തകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ മാത്രമായിട്ട് കൊണ്ടു നടക്കുക. പിന്നെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് ഇത് വലിയ പ്രശ്നമാകുന്നത്. രാഷ്ട്രീയ അധികാര നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പല ശക്തികളും അതിനുവേണ്ടി ഇവരെ പ്രാപ്തരാക്കുന്നതാണ്. അത് തിരിച്ചറിയണം.